ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് NRI കോട്ടയിലേക്ക് ഉള്ള അപേക്ഷിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ പ്രവേശനം നേടിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഒരു വിവരവും കൂടിയാണ് നമ്മൾ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. NRI കോട്ടയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷകരമായ വാർത്തയാണ്. അതായത് സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജുകളിൽ NRI കോട്ടയിലേക്ക് സീറ്റുകൾ ഒഴിവുകളുണ്ട്. അതുകൊണ്ട് അതിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും ഷെയറും നമുക്ക് അത്യാവശ്യമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കുള്ള ഒരു പത്രക്കുറിപ്പാണ് CEE ഇന്ന് ഇറക്കിയിരിക്കുന്നത്. NRI കോട്ടയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രത്യേക പത്രക്കുറിപ്പാണ്. വിദ്യാർത്ഥികളുടെ പ്രത്യേകമായ ശ്രദ്ധയ്ക്കാണ് ഈ നോട്ടീസ് പറയുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്പെടുന്നതായിരിക്കും. അതായത് 2020 അധ്യയന വർഷത്തെ സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജുകളിലെ MBBS BDS കോഴ്സുകളുടെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം ഒഴിവ് വരുന്ന NRI കോട്ട സീറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന് പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച 2020 സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 10-12-2020 മുതൽ 14-12-2020 രാവിലെ 10 മണിവരെ പുതുതായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതാണ് വിദ്യാർത്ഥികളെ വളരെ സന്തോഷകരമായ ഒരു കാര്യം. അതായത് നമ്മുടെ രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം ഒഴിവ് വരുന്ന മെഡിക്കൽ ദന്തൽ കോളേജുകളിലേക്ക്, അതായത് സ്വാശ്രയ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മെഡിക്കൽ ദന്തൽ കോളേജുകളിലേക്ക് ഒഴിവ് വരുന്ന സീറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ NRI കോട്ടയിലേക്ക് അപേക്ഷിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് പുതിയ അപേക്ഷ ആയിട്ട് തന്നെ കൊടുക്കാവുന്നതാണ്. 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ഇത് കൊടുക്കാനുള്ള സമയം. അപ്പൊ ഇതുവരെ കൊടുക്കാത്ത NRI കോട്ടയിലേക്ക് അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 14-ാം തീയതി 10 മണി വരെയാണ് അതിനെ പുതുതായി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. കൂടാതെ തന്നെ NRI കോട്ടയിലേക്ക് നമ്മൾ അനുമതി പ്രവേശനത്തിലുള്ള അപേക്ഷകളൊക്കെ നൽകിയ വിദ്യാർത്ഥികളും ഉണ്ടാവും. പക്ഷേ അവരുടെ അപേക്ഷയിൽ എന്തെങ്കിലും ന്യൂനതകൾ മൂലം അവരുടെ പ്രവേശനം തടസ്സപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അത് പരിഹരിക്കാനും കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കാനാണ്. ന്യൂനതകൾ പരിഹരിച്ച് അവർക്കും അവരുടെ പേപ്പറുകളെല്ലാം തന്നെ റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. 14-12-2020 വരെയാണ് അതിനുമുള്ള ഒരു അവസരം നൽകിയിട്ടുള്ളത്. അതായത് NRI കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് ഇതിനോടകം അപേക്ഷ നൽകിയിരുന്നെങ്കിലും അപേക്ഷയിലെ ചില തകരാറുകൾ, ന്യൂനതകൾ മൂലം പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച NRI കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെടാത്തതുമായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് അവരുടെ NRI കാറ്റഗറി ലിസ്റ്റിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് കുട്ടികൾ നമ്മളോട് കമന്റ് ചോദിച്ചതാണ്. അപ്പൊ ഇതിനും വേണ്ടിയിട്ട് ഒരു അവസരം കൂടി കൊടുത്തിരിക്കുകയാണ്. അതിന്റെയും തീയതി ഇതേ തീയതി തന്നെയാണ്. 10-12-2020 മുതൽ, അതായത് നാളെ മുതൽ 14-12-ാം തീയതി രാവിലെ 10 മണി വരെയാണ്. നിങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കുന്നതിനാവശ്യമായ രേഖകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ആധികാരിക രേഖകൾ, എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് എന്ന് CEയുടെ വെബ്സൈറ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വീഡിയോയും അതുണ്ട്. നിങ്ങൾക്കത് നമ്മൾ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കേരളീയതരായ രണ്ടാം കാറ്റഗറി വിഭാഗക്കാർക്കും മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ NRI യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നമ്മുടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലൊക്കെ തന്നെ NRI കോട്ടയിലേക്കുള്ള സീറ്റുകൾ ഒഴിവ് കിടക്കുന്നുണ്ട്. ധാരാളം ഒഴിവുകളുണ്ട്. അപ്പം നിങ്ങൾക്കിത് അപേക്ഷിക്കാവുന്നതാണ്. അതിന്റെ ലിസ്റ്റുകൾ പുറത്തു വരും. രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം ഏതൊക്കെ കോളേജുകളിലാണ് ഒഴിവുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കോട്ടയിലേക്ക് നമ്മളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനിയും നമ്മുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ എല്ലാ രേഖകളും വളരെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുള്ള യോഗ്യത തെളിയിക്കുന്നതിനുള്ള ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ CEയുടെ വെബ്സൈറ്റ് ഉണ്ട്. കൂടാതെ നമ്മൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച് എല്ലാ യോഗ്യത തെളിയിക്കുന്ന ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്
സമയബന്ധിതമായി മെഡിക്കൽ ദന്തൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതിനാൽ മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ NRI യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തവരോ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിൽ ന്യൂനതകൾ ഉള്ള പക്ഷം അവ പരിഹരിക്കുന്നതിനോ വീണ്ടും ഒരു അവസരം നൽകുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു അവസാനത്തെ ചാൻസ് ആണ്, അതുകൊണ്ട് അതും ഉപയോഗപ്പെടുത്തുക. പ്രിയ വിദ്യാർത്ഥികളെ, 14-ാം തീയതി 10 മണി വരെയാണ് ഇതിനുള്ള സമയം, പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ പ്രവേശനം നേടിയ കേരള മെഡിക്കൽ റാങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടാം ഘട്ട പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്തയും കൂടിയാണ്. നമ്മുടെ ഒരുപാട് കുട്ടികൾ രണ്ടാം റൗണ്ടിൽ, അതായത് MCCയുടെ രണ്ടാം റൗണ്ടിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അവരും ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുള്ള MBBS BDS കോഴ്സുകളിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ പ്രവേശനം നേടിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തെ മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിൽ ഇനി മുതൽ പരിഗണിക്കുന്നതല്ല. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഓൾ ഇന്ത്യ കോട്ടയിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ള റൗണ്ട് 1, റൗണ്ട് 2 പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക CEയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. ആ പട്ടിക അനുസരിച്ച് ആ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും, കേരള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അതൊരു സന്തോഷ വാർത്തയാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഓൾ ഇന്ത്യ റൗണ്ടിലൂടെ പ്രവേശനം നേടിയത് കൊണ്ട് തന്നെ ഇവിടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ സ്റ്റേറ്റ് കോട്ടയിലേക്ക്, അതായത് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഒഴിവന്നിരിക്കുന്ന സീറ്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. MBBSന് 45 സീറ്റുകളും BDSന് 39 സീറ്റുകളുമാണ് കേരള സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുള്ള സീറ്റുകൾ. അപ്പം ഇതും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. അപ്പം ഇതും MBBSന്റെ സീറ്റുകളുടെ എണ്ണം 45 എണ്ണം കൂടി കൂടിയിട്ടുണ്ടാകും. BDSന്റെ സീറ്റിന്റെ എണ്ണം 39 കൂടിയിട്ടുണ്ട്. അപ്പം ഇതും കൂടി രണ്ടാം ഘട്ട അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ അഡ്മിഷൻ എടുത്ത ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളും ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കോളേജുകളിലേക്കൊക്കെ തന്നെ നമുക്ക് മാറ്റം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. പല കുട്ടികളിലും ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്ക് തന്നെ പ്രവേശനം ലഭിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.